എന്താണ് ഈ ആത്മാർത്ഥമായ പശ്ചാത്താപം? തൗബത്തൻ നസൂഹ. അതിന് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 6 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ആ ഒരു ചെയ്ത തെറ്റിൻ്റെ പേരിൽ മനസ്സിൽ ഒരു ദുഃഖം, ഒരു ഖേദം ഉണ്ടാവുക. അങ്ങനെ ചെയ്തു പോയല്ലോ എന്ന ഒരു ഖേദം നമ്മുടെ മനസ്സിലുണ്ടാവുക, ഒരു ദുഃഖം നമ്മുടെ മനസ്സിലുണ്ടാവുക. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വീഴ്ച വരുത്തിയ വല്ല കടമകളുമുണ്ടെങ്കിൽ അത് നിറവേറ്റുക. ഏതെങ്കിലും ഒരു കടമകൾ നമ്മൾ അത് ചെയ്യാതെ അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റുക. മൂന്നാമതായി, ആരോടെങ്കിലും എന്തെങ്കിലും ബാധ്യതകൾ ചെയ്യാനുണ്ടെങ്കിൽ ആ ബാധ്യത ചെയ്തു തീർക്കുക. അവർക്കെന്തെങ്കിലും ചെയ്തു കൊടുക്കാനോ അവർക്കെന്തെങ്കിലും കൊടുക്കാനോ ഒക്കെ ഉള്ളതാണെങ്കിൽ അത് ആ ഒരു കടം ആ രൂപത്തിൽ ചെയ്തു തീർക്കുക. നാലാമതായി, ആരെയെങ്കിലും നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുക. അഞ്ചാമതായി, ഒരിക്കലും ഇനി ആ ഒരു തെറ്റ് ആവർത്തിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയം, ഒരു ഉറപ്പ് അത് മനസ്സിലെടുക്കുക. പിന്നെ അത് ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുക. ആറാമതായി, മനസ്സിനെ ഭക്തിയിൽ നിലനിർത്തുക. ഈ 6 കാര്യങ്ങളെ ചുരുക്കിയിട്ട് 3 ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അങ്ങനെ മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഒന്ന്, നമ്മൾ ചെയ്തു പോയ തെറ്റിൽ നമുക്ക് ഖേദമുണ്ടാവുക, ഒരു ദുഃഖം ഉണ്ടാവുക, ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ എന്നൊരു സങ്കടം മനസ്സിലുണ്ടാവുക. രണ്ടാമതായിക്കൊണ്ട് ആ ചെയ്ത തെറ്റിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അങ്ങനെ അത് പുറത്തു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരിക്കലും ഇനി ഇത് ആവർത്തിക്കില്ല, അത് പുറത്തു തരണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മൂന്നാമതായിക്കൊണ്ട് ആ തെറ്റ് പിന്നെ ഒരിക്കലും ആവർത്തിക്കാതിരിക്കുക. ഈ 3 കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനസ്സിൽ ഒരു ഖേദം വന്നിട്ട്, ഒരു സങ്കടം വന്നിട്ട്, അങ്ങനെ ചെയ്തു പോയല്ലോ എന്നൊരു കുറ്റബോധം വന്നിട്ടാണ് നമ്മൾ പശ്ചാത്താപം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടത്. അതല്ലാതെ മറ്റുള്ള ആരെയെങ്കിലും ബോധ്യപ്പെടുത്താനോ മറ്റെന്തെങ്കിലും ഭൗതികമായ ലാഭം കിട്ടാനോ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടോ ആയിരിക്കരുത് നമ്മുടെ പശ്ചാത്താപം. അങ്ങനെ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ സ്വയം നമുക്ക് തോന്നണം, തെറ്റായിപ്പോയി, അത് വലിയൊരു അബദ്ധമായിപ്പോയി, ഇനി ഒരിക്കലും ഞാനത് ആവർത്തിക്കില്ല. ആ രൂപത്തിൽ നമ്മുടെ മനസ്സിൽ ഒരു കുറ്റബോധം തോന്നിയിട്ട് അങ്ങനെ നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങുമ്പോഴാണ് അതൊരു ആത്മാർത്ഥമായ നിഷ്കളങ്കമായ പശ്ചാത്താപമായി അള്ളാഹുവിൻ്റെ അടുത്ത് എത്തുള്ളൂ. അതാണ് തൗബത്തൻ നസൂഹ, ആത്മാർത്ഥമായ നിഷ്കളങ്കമായ പശ്ചാത്താപം.